ചെലവൂർ പള്ളിത്താഴം യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മ റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ സാജിദ ഗഫൂർ വിതരണം ഉദ്ഘാടനം ചെയ്തു. 600ഓളം കുടുംബങ്ങൾക്കാണ് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തത്. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നിയ നല്ല മനസ്സിന് എല്ലാവർക്കും നന്ദി. ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും ഇവിടെ കൂടിയ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുന്നു. ചെലവൂർ പള്ളിത്താഴത്ത് പ്രവർത്തിക്കുന്ന യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മ റിലീഫിന്റെ ഭാഗമായി പ്രദേശത്തെ ജനങ്ങൾക്ക് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രദേശത്തെ തിരഞ്ഞെടുത്ത 600ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. ചെലവൂർ പള്ളിത്താഴത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ഖത്തീബ് മുഹമ്മദ് അസ്ലം സഖാഫി ഉദ്ബോധനം നടത്തി. കിറ്റ് വിതരണം വാർഡ് കൗൺസിലർ സാജിദ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റി കൂട്ടായ്മ ചെയർമാൻ ആഷിഖ് ചെലവൂർ അധ്യക്ഷനായ ചടങ്ങിൽ രക്ഷാധികാരി ഷാൾ അബ്ദുൽ അസീസ്, ജനറൽ കൺവീനർ നവാസ് മൂഴിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. 2 വർഷമായി പ്രദേശത്ത് നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ചെലവൂർ യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മ നിർധന രോഗികൾക്ക് മരുന്ന് നൽകുന്നതിലും അവശ്യഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മ നടത്തിക്കൊണ്ടുവരുന്ന പരിപാടികളാണ് കല്യാണം, പാവപ്പെട്ടവർക്ക് ഉള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ബ്ലഡ്. ഇന്നിപ്പോൾ ഞങ്ങൾ ബദരീങ്ങളാണ്ടുമായി പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് പോത്തിറച്ചി വിതരണം ചെയ്യണം 500ഓളം കുടുംബങ്ങൾക്ക്. അതിന്ന് ഇവിടുന്ന് വിതരണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചാരിറ്റി പരിപാടിയുമായിട്ടാണ് യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മ കമ്മിറ്റി ഭാരവാഹികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണമെന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. വർക്കിംഗ് ചെയർമാൻ സഹീർ നാലുകണ്ടി, വർക്കിംഗ് കൺവീനർ റഹീം പള്ളിത്താഴം, ജോയിന്റ് കൺവീനർ അബു വിരിപ്പിൽ, ഹാരിസ് ചെറുവറ്റ, ഗഫൂർ ചെലവൂർ, വൈസ് പ്രസിഡന്റുമാരായ മൊയ്തീൻ കോയ മയനാട്, ലത്തീഫ് ചെലവൂർ, ട്രഷറർ ഷംസു പൂക്കാട്ട്, ഗൾഫ് ഓർഗനൈസർമാരായ നൌഷിദ് ചെലവൂർ, അസീസ് വിരിപ്പിൽ തുടങ്ങിയവരാണ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പ്രദേശത്തെ ജനങ്ങൾക്ക് ജാതിമത വർഗ വർണ്ണ ഭേദമന്യേ കരുതലും കാവലാവുകയുമാണ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. നമ്മുടെ പ്രവർത്തനം നമ്മുടെ ഈ മേഖലയിലല്ല, മൊത്തം മേഖലയിലേക്ക് കടന്നു വരിക. നമ്മൾ കല്യാണം ഇപ്പോൾ 7 പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞു. അതിന് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ഈ പ്രവർത്തനമാണ് നമ്മുടെ വ്യാപാരത്തിന് ഇപ്പോൾ ഒരു വലിയൊരു ക്യാമ്പ് നടത്തി. രക്ത നിർണയ ക്യാമ്പ്, കണ്ണ് പരിശോധന, മറ്റുള്ള എല്ലാ പ്രവർത്തനവുമായിട്ട് നമ്മൾ നടത്തി. അതേമാതിരി തന്നെ ഈ മരുന്നുകൾ, ബ്ലഡ്, അങ്ങനെ നിരന്തര സംഗതികളാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ചെയ്യുന്നത്. അത് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മയാണ് നമ്മുടെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മ നിലവിൽ വന്നിട്ട് 2 വർഷമായി. ആ 2 വർഷത്തിനുള്ളിൽ നമുക്ക് പല കാര്യങ്ങളും, ആദ്യം തന്നെ നമ്മുടെ 7 കുട്ടികളുടെ വിവാഹം, 7 ജോഡി ആളുകളുടെ വിവാഹമാണ് നമ്മൾ നടന്നത്. ഒരു 5000 ആൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു. വൻ ജനാവലിയോടുകൂടി, നല്ല ആളുകളുടെ റെസ്പോൺസോടുകൂടി നല്ല രീതിയിൽ ആ കല്യാണം എല്ലാ ആളുകളുടെയും ആശീർവാദത്തോടുകൂടി നല്ല രീതിയിൽ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളൊരു വലിയൊരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ പടച്ച റബ്ബ് ദൈവം നമ്മൾക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടും, ജനങ്ങളുടെ പിന്തുണയാണ് ഇതിനുള്ള എല്ലാമായിട്ട് നമ്മുടെ നാട്ടുകാരും നമ്മുടെ ജനങ്ങളും എല്ലാ ആളുകളും നമ്മുടെ പിന്തുണ. അതുപോലെ തന്നെ നമ്മളെ 15 അംഗ കമ്മിറ്റി അംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. ഇങ്ങനത്തെ നല്ല നല്ല പരിപാടികൾ നമുക്ക് നടത്താൻ കഴിയുന്നത്. എല്ലാവർക്കും നല്ല തീർക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.